രാജാക്കന്മാരെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. വിശ്വാസത്യാഗം സംഭവിക്കും. നമ്മുടെ കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഇന്ന് പലരുടെയും പ്രസംഗവും തിയോളജിയും ദൈവജനത്തിന്റെ ഉള്ള വിശ്വാസം അവിടെ കളയുന്ന രീതിയിലാണ്. അതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. എന്താണ് വിശ്വാസത്യാഗം? എന്റെ മുഖത്ത് നോക്കിയിരിക്കൂ. ഏതൊരു വ്യക്തി ഏതൊരു വാറുണ്ട് ഏതൊരു വിശ്വാസത്തിനാകുന്നുവോ അതേ വ്യക്തി അതേ വാറുണ്ട് ആ വിശ്വാസ സത്യത്തിന് എതിരെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ നീ മനസ്സിലാക്കണം, കാവളം ധ്വനിക്കാനായി ദൈവസഭ എടുത്തുകൊള്ളപ്പെടാനായി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി ശക്തിയോടെ സ്വന്തം പറഞ്ഞാണ്. വിശപ്പാനുണ്ടെന്ന് പറഞ്ഞവൻ വിശപ്പാണെന്ന് പറയുമ്പോൾ, ലോക വേണ്ടെന്ന് പറഞ്ഞവൻ ലോക വേണ്ടെന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കണം, യേശു മടങ്ങി വരാനായി. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം സമയമെടുത്തു. നിത്യപൂർത്തി പോകാൻ നേരമായി. രണ്ടവസാനം, ഒന്ന് ജീവാവസാനം, രണ്ട് ലോകാവസാനം. എപ്പോഴും സംഭവിക്കും. നമ്മുടെ ഷാലിഗർ, നമ്മുടെ അവരുടെ സെക്രട്ടറി 44 വയസ്സുണ്ടായിരുന്നു. നിമിഷങ്ങളിൽ ലോകത്തോട് യാത്ര. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രശംസിക്കാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഷോപ്പിംഗിൽ ഇറങ്ങിയതാണ്. പർച്ചേസ് എല്ലാം ചെയ്തിട്ട് വീട്ടിലോട്ട് വന്ന ഭർത്താവ് കസേര ഇരുന്നിട്ട് ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. ഭാര്യ അകത്തേക്ക് പോയി മടങ്ങി വരാൻ 2 മിനിറ്റ് എടുത്തോളൂ. 2 മിനിറ്റ് ഒരാളെ ലോകത്തോട് യാത്ര. നിന്റെ രാത്രി പകലാക്കാനും രാത്രിയാക്കാനും തമ്പുരാൻ ഒരു നിമിഷം മടങ്ങി. ഏത് നിമിഷവും നമ്മൾ ഈ ലോകത്തോട് യാത്ര പോകേണ്ടത്. പിണങ്ങാൻ ഇവിടെ നേരമില്ല, തമ്മിലടയ്ക്കാൻ ഇവിടെ നേരമില്ല, പകവച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ നേരമില്ല. നമുക്ക് ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുമാണ് നേരമുള്ളത്. ക്ഷമ ചോദിക്കുന്നത് വിചാരിച്ചാൽ സാധിക്കത്തില്ല. കിട്ടിയില്ലെന്ന് ഒരു സമയം നീ ആഗ്രഹിച്ചാൽ സാധിച്ചിരുന്നവരും സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വാങ്ങുന്ന സ്വാതന്ത്ര്യം പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, 2006 UPF കൺവെൻഷൻ, HPP കൺവെൻഷൻ ഞാനാണ് പ്രസംഗിച്ചത് 4 വർഷം മുമ്പ്. ഇവിടെ പ്രസംഗിച്ച് ന്യൂയോർക്കിലേക്ക് പോയി. ആ യോഗത്തിൽ പ്രസംഗിക്കുവാൻ ഞാൻ വരുമ്പോൾ എന്റെ അമ്മ, എന്റെ മമ്മി പോയി വരുമോനെ എന്ന് പറഞ്ഞെന്നെ കൈകൾ വിഷയാത്രയാക്കി. ന്യൂയോർക്കിൽ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് കയറി. എന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് ആദരാജ്ഞലി അർപ്പിച്ചുള്ള ഫോട്ടോ ഞാൻ കണ്ടു. ഈ യോഗം നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിനിടയാകണം. നാം ഈ ഭൂമിയിൽ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കുന്നതുമായി 20 കാര്യങ്ങൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. ഞാനിപ്പോൾ എഴുതുന്ന പുസ്തകത്തിൽ അവയുണ്ട്. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരിശോധിക്കുന്നില്ല. ഒന്ന്, വാക്യം കമ്പുവാനുകൾ പോലെ പറയാം. വേഗത്തിൽ നിന്ന് വായിച്ച 2 വാക്യങ്ങൾ സഹായിക്കും. ഒന്ന്, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് സഹായിക്കൂ. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് സഹായിച്ചത്. കണ്ടോ, നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച വണ്ണം ചെയ്യുന്നത് പോലെ എന്ന് പറയാമോ?
നീ ചെയ്യരുത്. അടുത്ത വാക്യം വായിക്കുമ്പോളെ, അടുത്ത വാക്യം വായിക്കേ. എന്തുകൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും കര ഉയർത്തിയാട്ടി ദൈവത്തെ സ്തോത്രം പറ. നിന്റെ വാഗ്ദത്തമാണ് അമേരിക്കയല്ല, നിന്റെ വാഗ്ദത്തമാണ് ജർമ്മനിയല്ല, നിന്റെ വാഗ്ദത്തമാണ് ഇംഗ്ലണ്ടല്ല. വരുവാനുള്ള അന്വേഷിക്കുന്നത് ദൈവത്തെ സൂചിപ്പാൻ കഴിയുമോ? ഇതുവരെ നാം അവിടെ എത്തിയിട്ടില്ല. ആഫ്രിക്കയിൽ ഒരു ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് മടങ്ങി വന്ന ഒരു ദൈവദാസൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയാണ്. നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ട് തോംസണിനത്ത് കപ്പലെടുക്കുമ്പോൾ വലിയൊരു സ്വീകരണം ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം വിചാരിച്ചു തന്നെ സ്വീകരിക്കാനാണ് ഒരുങ്ങി നിൽക്കുന്നത്. എന്നാൽ അതേ കപ്പലിൽ ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. തോംസണിനത്ത് കപ്പലെടുത്തപ്പോൾ ഈ വേട്ടക്കാരനെ രാജ്യം പരിവാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ആരാലും സ്വീകരിക്കപ്പെടാത്തവരായി തന്റെ തുവൽ സഞ്ചി എടുത്തുകൊണ്ട് ഈ അഭിഷക്തൻ നടന്നു നീങ്ങി. മനസ്സിൽ വേദന തോന്നി. അനേകം നിരാശനായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. നീ നിരാശനാകുമ്പോൾ ദൈവാത്മാവ് ഇടപെടും. ഒരാ ശക്തിയോടെ തമ്പുരാൻ ചോദിച്ചു, മോനെ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ ഇതുവരെ നിന്റെ രാജ്യത്ത് എത്തിയിട്ടില്ല. നീ നിന്റെ രാജ്യത്ത് എത്തട്ടെ, അവിടെ നിന്നെ സ്വീകരിപ്പാൻ സ്വർഗ്ഗം ഒരുങ്ങിയിരിക്കുന്നു. നൈറ്റ് ഷൂട്ട് ചെയ്തും ഓവർടേക്ക് ചെയ്തും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന സഹോദരിമാരെ, അനേക നന്മകൾ സുവിശേഷ വേലയ്ക്കായി വാരിവിടുന്ന സഹോദരന്മാരെ, ഈ ഭൂമിയിലാരും നിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനില്ലെങ്കിലും, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലെങ്കിലും ഭാരപ്പെട്ടു പോകരുത്. നീ നിന്റെ രാജ്യത്ത് ഇതുവരെ എത്തിയിട്ടില്ല. നീ നിന്റെ രാജ്യത്തെത്തട്ടെ. ദൂതസംഘത്തിനെ സ്വീകരിപ്പാൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നു. പ്രത്യാശയോടെ കൈ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തോത്രം. അമ്മേ, ഇവിടെ ഓരോരുത്തൻ ചെയ്യുന്ന പോലെ നീ ചെയ്യരുത്. നിന്റെ തലമുറ ചെയ്യരുത്. 2, വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് പറയരുത്. ഒത്തിരി സമയം എടുത്ത് പ്രസംഗിക്കുക. കേരളത്തിലെ അനേക യാത്രകൾ ഞങ്ങൾ രാത്രികാലങ്ങൾ ചെയ്യും. വണ്ടിയുടെയൊക്കെ അടിയിൽ ചതഞ്ഞു കിടക്കുന്നവരെ, തലച്ചോറുകൾ ചെറുകി കിടക്കുന്നവരെയൊക്കെ കാണും. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലം കഴിഞ്ഞാൽ തിരുവനന്തപുരം വിട്ടാൽ കൊല്ലം എടുക്കുമ്പോൾ 1 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നു. കായംകുളം എടുക്കുമ്പോൾ പറയാം 5 മിനിറ്റിന്റെ വീട്ടിൽ ചെല്ലാൻ. കായംകുളത്ത് എത്തിയോട്ടും ആയില്ല, വീട്ടിൽ ചെന്നാൽ ചെന്നത് വരാം. മനസ്സിലാക്കി സ്വന്തം പറഞ്ഞാൽ വഴിയിൽ കാണുന്ന ആക്സിഡന്റുകൾ നിനക്ക് നൽകുന്ന സന്ദേശം നീ സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്നാണ്. ഉന്നതന്മാരുടെ വീഴ്ച നീ പറയുമ്പോഴത്തോളം നീ വീടാതെ നാട്ടിൽ ചെല്ലണം. കൈ ഉയർത്തി സ്വന്തം പറയാൻ കഴിയുമോ? വാക്കി നിർത്തുന്ന സമയമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമനായവൻ പെട്ടെന്ന് തന്നെ മതത്തിലേക്ക് വരും. മലാക്കി 3, അവൻ വരും ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കണം. രക്തസാക്ഷിയായ യേശുവിനോട് ഒറ്റ ദിവസം കൊണ്ട് മരിക്കാൻ കഴിയും. ജീവിച്ചവസാനിക്കാനാണ് പാടി. ഓടിയത് അധ്വാനിച്ച് വൃതാകരുത്. ട്രാക്ക് തെറ്റിച്ചോടരുത്. പഠിക്കൽ കുടമുടച്ചു കളയരുത്. സന്തോഷമുണ്ടായി കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടി 5 മിനിറ്റ് ദയവായി പറഞ്ഞ സമയത്ത് നിർത്തുക. 10 മിനിറ്റ് മുമ്പ് പ്രാർത്ഥിക്കാൻ പോകും. കാരണം ഞാൻ വിഷയങ്ങളൊക്കെ എടുത്താൽ തീരത്തില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ എന്നോടൊപ്പം ചെന്ന് പാടണം. സ്തോത്രം. ആ പാട്ട് എന്താണെന്നറിയാമോ? അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ